Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ആദരണീയരായ MGM സ്റ്റുഡൻസ് ഒതായി മണ്ഡൽ നിവാസികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അങ്ങനെ ഉഷാറിൽ പറയും. ഞാൻ നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്, പക്ഷേ നമുക്ക് സമയമില്ല. ഞാൻ നിങ്ങളോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു, അതിനുള്ള സമയമില്ല. നിങ്ങൾ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടേ പോവുകയുള്ളൂ. ഒരു പ്രസംഗം എന്നുള്ള രൂപത്തിലൊന്നും കൊണ്ടുപോകാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങളെ പോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാനും. നമ്മുടെ കലാലയങ്ങളിൽ ഒരു മുസ്ലിം പെൺകുട്ടി എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം പ്രതിസന്ധികൾ അവിടെ നേരിടുന്നുണ്ട്, അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ജസ്റ്റ് ഒരു റിമൈൻഡർ എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനൊക്കെ മുമ്പ് ഇവിടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട്? പെൺകുട്ടികൾ. ഓക്കെ, കോളേജ് ലെവലിൽ പഠിക്കുന്ന കുട്ടികളുണ്ടോ? കുറച്ചുള്ളൂ. ഇപ്പൊ ഞാൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാം. പക്ഷെ പറയുന്ന വിഷയങ്ങൾ എന്താണെങ്കിലും ഇപ്പൊ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന നമ്മുടെ ചെറിയ മക്കൾ ഇനി വരാൻ പോകുന്നത് ഈ ക്യാമ്പസ് കോളേജ് ലൈഫിലേക്കല്ലേ. അപ്പൊ അവിടേക്ക് കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മളൊക്കെ ആരാണ്? നിങ്ങൾ ഇന്ററാക്ഷൻ വേണം, വേഗം പറയാം. നമ്മൾ ആരാണ്? നമ്മളെല്ലാവരും ആരാണ്? എനിക്ക് കേൾക്കുന്നില്ല, ഉറക്കെ പറ. എന്താ ഒതായി മണ്ഡലത്തിലെ ആളുകൾക്ക് ഇത്രയുള്ള വോയിസ്? ഗേൾസിന് മുസ്ലിം സ്ത്രീ. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയില്ലേ? മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അറിയാതെയാണോ മുസ്ലിം ആയിട്ട് നമ്മൾ ജീവിക്കുന്നത്? ആർക്കും അറിയില്ല? അനുസരണ. കുഴപ്പമില്ല, പക്ഷെ അതല്ല. എന്താ മുസ്ലിം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? അമ്മമാര് പറയും സമയമില്ല, ഞാൻ ഇതൊക്കെ കൊണ്ടുപോകുന്നതിനാണോ? ഓക്കെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവ്വതും അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ആളുകളാണ്. അവരെന്തൊക്കെ സമർപ്പിക്കുന്നത്? അതെ, ഞാൻ സംസാരിക്കുമ്പോ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ അവസാനം എന്താ നിർത്തിയത്? ആരാണ് മുസ്ലിം? ആരാണ് മുസ്ലിം? സർവ്വതും അള്ളാഹുവിനെ സമർപ്പിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിം. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം കേട്ടോ, ആരാ മുസ്ലിം എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ത്യജിക്കാണ്.
അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ പതിയെ റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ത്യജിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്തിനാണ്? അള്ളാഹു സൂറത്ത് നഹ്ലിൽ നമ്മളോട് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഉമ്മാന്റെ വയറിൽ നിന്ന് നമ്മളെ സുരക്ഷിതമായിട്ട് അള്ളാഹ് പുറത്ത് കൊണ്ടുവന്നു. നമുക്ക് കാതുകൾ തന്നു, കണ്ണുകൾ തന്നു, നമുക്ക് ഹൃദയങ്ങൾ തന്നു. ഇതൊക്കെ അള്ളാഹ് നമുക്ക് തന്നത് അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് തന്നത്. പക്ഷെ സഹോദരിമാരെ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമ്പസിലുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര പേർക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും ഞാൻ ഇന്ന് വരെ ജീവിച്ചത് എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഫോണുണ്ടോ കയ്യിൽ? എല്ലാവരുടെ കയ്യിലും അറിയില്ലേ? പ്രൊജക്ടർ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഗൂഗിള് പ്രൊജക്ടർ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഗൂഗിള് വേൾഡ് ഓഫ് മീറ്റ് കൊണ്ട് സെർച്ച് ചെയ്യോ. ഫോൺ കയ്യിലുള്ള ആളുകളൊക്കെ ഗൂഗിളില് വേൾഡ് ഓഫ് മീറ്റ് കൊണ്ട് സെർച്ച് ചെയ്യും. വേൾഡ് ഓഫ് മീറ്റർ. അതിൽ ഫസ്റ്റിൽ വരുന്ന ഒരു ഗ്രീൻ കളർ ഐക്കണുള്ളതാണ്, ക്ലിക്ക് ചെയ്യാം. അതുപോലെ കണക്ട് ചെയ്തോളും. ഞാൻ ഇല്ലാത്തവർക്ക് ഞാൻ വായിച്ചുതരാം. നമ്മുടെ ഭൂമിയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും നടക്കുന്ന കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ഇതിൽ കിട്ടും. ലോകത്ത് എത്ര പേര് ജനിച്ചു, എത്ര പേര് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എത്രമാത്രം വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി, ഡ്രഗ്സ്, സൂയിസൈഡ്, അബോർഷൻ, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ കിട്ടും. ഇപ്പോ ഈ ഭൂമിയിൽ നമ്മളിപ്പോ സമയത്ത് 4:06 ഈ സമയം കൊണ്ട് ഇന്ന് രാവിലെ മുതൽ എത്ര ആളുകൾ മരിച്ചു നിൽക്കാറിയോ? ഡെത്ത് ടൂഡേ 11,4707 അതിങ്ങനെ കൗണ്ട് കൂടുക. നമ്മളിവിടെ സംസാരിക്കുന്നില്ലേ, ഈ ഓരോ സെക്കൻഡിലും ഭൂമിയിലെ ഒരു കോണിലും ഓരോ വ്യക്തികൾ മരിച്ചു വീഴുന്നുണ്ട്. നിങ്ങൾക്ക് കൗണ്ട് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ സെക്കൻഡിലും ഓരോ വ്യക്തികൾ മരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഈ സെക്കൻഡ് ഞാൻ ജീവനോടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുണ്ട്. നമ്മളെ വീട്ടിലുള്ള ആരും മരിച്ചിട്ടില്ല. നാളെ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഇതിന്റെ ഒരു കൗണ്ട് എന്റെയും നിങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം. ഇത് റിലയബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. ഓരോ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഡെത്ത് കൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് ഞാൻ പറയുമ്പോഴും ഇവിടെ ഓരോരുത്തരും മരിച്ചോണ്ടിരിക്കുകയാണ് സ്റ്റിൽ. പക്ഷെ നമ്മൾ ജീവനോടുണ്ട്. പക്ഷെ എപ്പോഴാണ് എനിക്കും നിങ്ങൾക്കും വിധിച്ച സമയം നമുക്കറിയില്ല. ഇനി അത് കുറച്ചും കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുമ്പോൾ ഫുഡ് കഴിഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് വേഗം ഓടിച്ച് പറഞ്ഞു കേട്ടോ. അതിൽ ഫുഡ് കഴിയുന്ന സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ കാണും, ലോകത്ത് അണ്ടർ നറിഷ്ഡ് ആയിട്ട് നമുക്ക് പോഷകരമായുള്ള ആഹാരം കിട്ടാത്ത 885 മില്യൺ ആളുകളുണ്ട്. നമുക്ക് ഭക്ഷണം കിട്ടിയില്ലേ? ഉച്ചയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചില്ലേ? ദിവസം 3-4 നേരം ഭക്ഷണം നമുക്ക് കിട്ടുന്നില്ലേ? ആ ഭക്ഷണം കിട്ടാത്ത 885 മില്യൺ ആളുകൾ ഈ ലോകത്ത് ജീവനോടെ ഉണ്ട്. ഇനി അതിന്റെ കുറച്ചും കൂടെ താഴെ പോകുമ്പോൾ നമ്മളത് സീരിയസ് ആയിട്ട് ചിന്തിപ്പിക്കേണ്ട ഒരു കാരണം നിങ്ങൾക്ക് ഇന്ന് ആ ഒരു വെള്ളമോ ബിസ്ക്കറ്റോ ഒക്കെ കിട്ടിയെങ്കിൽ ഈ പറഞ്ഞ 20,000 ആൾ ഇന്ന് രാവിലെ മുതൽ ഈ 4 മണി നേരം വരെ ഒരുക്കത് കിട്ടിയെങ്കിൽ ഒരു ജീവനോടുണ്ടാവുമായിരുന്നു. പക്ഷെ ഒരു മരിച്ചുപോയി. നമുക്കത് കിട്ടി. അള്ളാഹു നമുക്ക് തന്ന ആയുസ്സും ആരോഗ്യവും നമുക്ക് എത്രമാത്രം വലിയ നിയമത്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ റബ്ബിനെ നന്ദി കാണിക്കുന്ന മക്കളാണ്. എങ്ങനെ നമ്മൾ നന്ദി കാണിക്കുക? നിങ്ങളുടെ ക്യാമ്പസ് ലൈഫ് എടുത്ത് നോക്കാം. നമുക്ക് പ്രണയത്തിന് തുടങ്ങാം. നമ്മളെ ക്ലാസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രണയം ഇല്ലാത്ത കുട്ടികളായിട്ട് വിരലിൽ എണ്ണാത്ത കുട്ടികളേ ഉള്ളൂ. UP സെക്ഷൻ തന്നെ തുടങ്ങിക്കോളൂ. എല്ലാവർക്കും പ്രണയമുണ്ട് അല്ലേ? പ്രണയം എവിടെ വരെ എത്തി നിൽക്കുന്നു? റിലേഷൻഷിപ്പിന്റെ പല പേരുകളില്ലേ? എന്തൊക്കെയാണ്? ബെസ്റ്റി, സിറ്റുവേഷൻഷിപ്പ്, ഗോസ്റ്റിംഗ്. ആർക്കും ഒരു പേര് അറിയില്ല. ഞാൻ കുറിച്ച് പിന്നെ ഗോസ്റ്റിംഗ് ഉണ്ട്, ബ്രെഡ് ക്രാമ്പിംഗ് ഉണ്ട്, എന്തൊക്കെ പേര് ആർക്കറിയാം എന്താന്നുള്ളത്. നമുക്ക് ഒരു ചെറുതായിട്ട് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പുതിയ മോഡേൺ പേരുകൾ കൊടുത്തിരിക്കാനേ ഉള്ളൂ. ബെസ്റ്റ് ഇല്ലാത്ത
വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലെ. പക്ഷെ എനിക്ക് തോന്നില്ല ഇവിടുത്തെ ഓതാരി മണ്ഡലത്തിലെ സ്റ്റുഡൻസിന്റെ കുട്ടികൾ അങ്ങനത്തെ കുട്ടികളെ ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല മക്കളാണ്, മാഷാ അല്ലാഹ്, നല്ല കാര്യം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഇസ്ലാമിലെ പ്രണയം ഹലാലാണോ? അല്ല. അല്ല, എന്തുകൊണ്ട് ഹറാമാവുന്നേ? പറയൂ. തെറ്റിലേക്ക് പോകുള്ളൂ. അള്ളാഹു നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഖുർആനിലൂടെ? നമ്മൾ സിനയോട് അടുക്ക പോലും ചെയ്യരുതെന്നല്ല. പ്രണയിക്കുന്നത് എങ്ങനെയാ വ്യഭിചാരമായിട്ട് മാറുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ പ്രണയിക്കുന്നത്? ഒരു ആൺകുട്ടിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, വാലന്റൈൻസ് ഡേ കഴിഞ്ഞല്ലോ, നിങ്ങൾ മിഠായി എക്സ്ചേഞ്ച് ചെയ്തു, ക്ലോസ് ഫ്രണ്ട്സിന് സമയമാണോ? ഓക്കെ, നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സിൽ സ്റ്റോറിയും ഹൈഡിങ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടാകും. പല കൂട്ടുകാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? പല കൂട്ടുകാരും ഇടുന്നുണ്ടാവും. ഈ പ്രണയം എങ്ങനെയാണ് വ്യഭിചാരത്തിലേക്ക് എത്തുന്നത്? കണ്ണിന് വ്യഭിചാരമുണ്ട്, കയ്യിന് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലുകൾക്ക് വ്യഭിചാരം. എങ്ങനെ? ഒരു ആൺകുട്ടി നടന്നു പോകുമ്പോൾ നോക്കടി എന്ത് രസാ കാണാൻ അല്ലേ? അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഹറാമായിട്ടുള്ള നോൺ ഹറാമായിട്ടുള്ള ഒരു പുരുഷനെ പോയി സ്പർശിക്കുന്നത്, ഒന്ന് ക്ഷയിക്കാണ്ട് കൊടുക്കുന്നത്, അവിടെ എന്റെ ഇന്റൻഷൻ അതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ എന്നോട് മൗലവി പറഞ്ഞില്ലായിരുന്നോ നോർമലമായിട്ടുള്ള കസിൻസിന് നമുക്ക് കൈ കൊടുക്കരുത് എന്നുള്ളത്? നമ്മുടെ സ്കൂളിൽ ആർട്സ് ഡേ എടുക്കാം, സ്പോർട്സ് ഡേ എടുക്കാം, കോർണറിൽ മാറി സംസാരിക്കുന്ന കുറെ പെൺകുട്ടികളോ കുട്ടികളുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, ഉണ്ടാവാറുണ്ട്. അവർ കൈയും പിടിക്കും കാലും പിടിക്കും. നമുക്ക് കൂടുതലായിട്ട് അവിടെ പറയാൻ പറ്റില്ല ഇല്ലേ? കൈകൊണ്ട് വ്യഭിചാരമുണ്ട്, നാവുകൊണ്ട് വ്യഭിചാരമല്ലേ? ഫ്ലർട്ടിങ് എത്ര ആളുകളുണ്ട്? ഫ്ലർട്ടിങ് വാട്സപ്പിലൂടെ ഉണ്ട്. അതൊക്കെ ഒരു കലയായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നമ്മൾ കൈകൊണ്ടും നാവ് കൊണ്ടും കണ്ണുകൊണ്ടും ഹൃദയങ്ങൾ കൊണ്ടൊക്കെ വ്യഭിചാരമുണ്ട്. ഇങ്ങനെ വ്യഭിചരിക്കുന്ന ആളുകൾക്ക് ശിക്ഷ മദ്രസകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ വ്യഭിചാരത്തില് എന്റെ മക്കൾ ആരും ഉൾപ്പെട്ടു പോകരുത്. ഇനി അഥവാ പ്രണയത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാം. കാരണം ടീനേജിന് തോന്നുന്നത്, നിങ്ങൾക്ക് തോന്നുന്നത് വെറും ഒരു ഹോർമോണൽ അട്രാക്ഷൻ മാത്രമാണ്. അതിന് പ്യുവർ ആയിട്ടുള്ള ട്രൂ ലവ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ട് നടക്കേണ്ട, ബ്രേക്കപ്പ് ആവാനുള്ളതാണ്. ഞായിട്ടില്ലെങ്കിലും നിങ്ങളെ ഹേർട്ട് നിങ്ങൾ സ്വയം ബ്രേക്ക് ആക്കാനാണ് പോകുന്നത്. ടീനേജിൽ അത് വളരെ കുറച്ച് നേരം ഷോർട്ടായിട്ട് നിൽക്കുന്ന ടെമ്പററി പ്രഷറാണ്. അത് പൈശാചികമായിട്ടുള്ള പ്രണയമാണ്. അതിൽ അല്ലാഹുവിന്റെ ഒരു ഭാഗത്തും ഉണ്ടാവില്ല. അങ്ങനെ കല്യാണം കഴിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാവും. കാരണം അല്ലാതെ തൃപ്തിയില്ലാത്തൊരു ബന്ധത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പൊ എന്റെ മക്കൾ ആ ഒരു ഇതിലേക്ക് പോകും. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ആള് ഇപ്പൊ എന്റെ കൂടെ കോളേജ് പഠിക്കുന്ന ഫ്രണ്ടാണ്. അവള് പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടി സീനിയർ ആയിട്ട് നിൽക്കാക്ക വന്ന് അവളോട് ഇഷ്ടം പറഞ്ഞു. അവള് അത് ഗവൺമെന്റ് ആയിട്ട് കിട്ടും. പല സ്ഥലത്തും ഉണ്ടാവും, പോണോട്ടുണ്ടാകും, കടയിൽ പോയി അവിടെ ഉണ്ടാവും, ഓന്റെ ഫ്രണ്ട്സോടെ തൊഴിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാലോ ചെറുപ്പം നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒന്നാണ്. പക്ഷെ ഓള് വീട് കൊടുത്തില്ല. ഓരെന്ത് ചെയ്തു? ഓള് പോയി പോട്ടെ, ഓന്റെ ക്ലാസ്സിലെ വേറെ കുട്ടിയായിട്ട് ഒരു തമ്മിൽ സെറ്റായി. നെക്സ്റ്റ് ഇയർ ഇവര് കോളേജിലെത്തി. ഇവര് പ്ലസ് 2 പഠിച്ചോണ്ടിരിക്കും. ഇവര് കോളേജിലെത്തി. ഒരിക്കലും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇവൻ രാത്രി മെസ്സേജ് അയച്ചു, ഓൾ അത് നോക്കിയില്ല. അല്ലെങ്കിൽ ഒരു നമ്മൾ അടി കഴിയുമ്പോൾ ഓൾ അത് ജസ്റ്റ് ബ്ലോക്ക് ചെയ്തിടുമല്ലോ, അങ്ങനെ ചെയ്തു. ഇവൻ അത് ദേഷ്യം. പിറ്റേ നിങ്ങൾ കോളേജിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ ഇവളുടെ അടുത്ത് വന്നു. അവരുടെ ബാഗിൽ കത്തി ഉണ്ടായി, വെട്ടുകത്തി. അവളെ വെട്ടി. സീരിയസ് ആയിട്ട് നടന്ന കാര്യമാണ്. അവളെ വെട്ടി. അവൾ മരിച്ചില്ല, പക്ഷെ അവളുടെ സ്പൈനാണ് വെട്ടേറ്റത്, സ്പൈനൽ കോഡിന്. അവൾ ഇപ്പോഴും ഒരു 6 to 7 years ആയിട്ട് ബെഡ് റെസ്റ്റ് ആണ്. അവളെ പ്രേമിച്ച പ്രണയിതാവാണ് അവളെ വന്ന് വെട്ടിയത്. ഇപ്പോൾ നോക്കുന്നതാണ് അവളുടെ ഉമ്മ. അവസാനം ഓരേ ഉണ്ടാവുള്ളൂ നമ്മളെ കൂടെ. അപ്പൊ ഞങ്ങളൊക്കെ അവളോട് പറഞ്ഞു, എടി നീ കഴിച്ചിലായതാണ്, ഇതൊക്കെ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ബെഡിലേക്ക് ഉണ്ടാവുമായിരുന്നു, ഇത് പഠിക്കാൻ ഉണ്ടാവില്ല. ആ കുട്ടിക്ക് പഠനമല്ല, പ്ലസ് 2 വരെയുള്ള പഠനമുള്ളൂ. ഒരു കുടുംബ ജീവിതമല്ല, ഒന്നുമില്ല. ആ കുട്ടിക്ക് മുഴുവൻ പോയി. പ്രണയം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതല്ലാതെ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മുടെ ചുറ്റും. വളരെ കുറവാണ്, ചുരുക്കി പറയാം. ഓക്കെ, ഇനി അടുത്ത് മേക്കപ്സ് എടുത്ത് നോക്കാം. ലിപ്സ്റ്റിക് ഇടാതെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ വളരെ കുറവല്ലേ? നിങ്ങൾ കൺസീലറും ഫൗണ്ടേഷനും കുട്ടിയടിച്ച് വരുന്നുണ്ടെന്നൊന്നും പറയുന്നില്ല. ലിപ്സ്റ്റിക് ഇടാതെ വരുന്ന കുട്ടികൾ കുറവാണ്. കാരണം എന്താ? ലിപ്സ്റ്റിക് നമ്മളെ കോൺഫിഡൻസ് ആണ് അല്ലേ? നമ്മുടെ കോൺഫിഡൻസ് ആണ്. അത് ഇട്ടിട്ടില്ലെങ്കിൽ കോൺഫിഡൻസ് അത് പോയി.
അത് ഇട്ടാൽ എനിക്ക് ഇവിടുന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ട് വരും. ലിപ്സ്റ്റിക് ആണ് നമ്മൾ കോൺഫിഡൻസ്. പിന്നെ ഇവിടുന്ന വരിക എന്റെ കോൺഫിഡൻസ് എന്താ, ഞാൻ മുസ്ലിം ആയുള്ള ഒരു പെണ്ണാണ്, എനിക്ക് ഇത്രയും കരുത്തുണ്ട്, എനിക്ക് ഇത്രയും ചിന്താഗതികളുണ്ട്, എനിക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതാണ് എന്റെ കോൺഫിഡൻസ്. ഞാൻ ധരിക്കുന്ന വസ്ത്രമല്ല എന്റെ കോൺഫിഡൻസ്, എന്റെ മേക്കപ്പ് അല്ല എന്റെ ദേശീയമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, സ്പ്രേ അടിക്കാൻ പോകുന്ന കുട്ടികൾ കുറവാണ്, ദേശികൾക്കുള്ള ശിക്ഷ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി ഒരു സ്മെല്ലിന് ഒരാളിനെ അത്രയും അട്രാക്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ച് പോകുമ്പോൾ ഒരാളെ അത്രയ്ക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഞാൻ അത് ഓരെ കാണിക്കാനല്ല, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞൊരു ഒരു അർത്ഥമില്ല. കാരണം അള്ളാഹു നമ്മളോട് പറയുന്നത് ജാഹിലിയ്യത്തിലെ സ്ത്രീകള് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യരുത് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ മക്കള് ഓരോന്നും എടുത്ത് പൂശുമ്പോൾ ആലോചിച്ച് നോക്കാം, നിങ്ങളെ കോൺഫിഡൻസ് അതല്ല, നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് നിങ്ങൾ എന്താണെന്നുള്ളത്. അത് നിങ്ങളെ ഭംഗിയിലോ രൂപത്തിലോ ആളുകൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതല്ല. മറ്റുള്ളവർക്ക് റിസ്വാൻ പറഞ്ഞ മാതിരി ആസ്വദിക്കാനുള്ള സൗന്ദര്യ വസ്തുക്കളായിട്ട് മാറരുത് മക്കളെ. നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നിങ്ങൾ സ്വയം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ മാറണമെന്നാൽ ഈ പറഞ്ഞ മേക്കപ്സ് ഒന്നും ഇടുന്നില്ല, ഹറാമായ ബന്ധങ്ങളൊന്നും നമ്മൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കോളേജിലെ ഒരു പ്രോഗ്രാം ഫ്രഷേഴ്സ് പാർട്ടി എടുക്കുക, DJ ഡാൻസിങ് ഉണ്ടാവില്ലേ? ഹൈസ്കൂൾ കുട്ടികൾ പ്ലസ് വണ്ണിൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക് എന്തൊക്കെ മനസ്സിലാവും. ഫ്രഷേഴ്സ് ഡേ ആയാലും വെഡിങ് ഡേ ആയാലും DJ വിത്ത് സോങ്ങും പിന്നെ ഡാൻസും ബോയ്സ് ജെൻഡർ മിക്സിംഗ് ആയിട്ടുള്ള റാങ്ക് വോക്കും ഉണ്ടാവും. എന്റെ കോളേജിലൊക്കെ നടന്ന കാര്യമാണ്, അതുണ്ടാവും. അത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എന്താണ് ഇങ്ങനെ എല്ലാവരും കൂടുണ്ട്, അതൊന്ന് കൂടി വെക്കുക. ഇപ്പോഴും ആ പഴയ ചിന്താഗതിയൊക്കെ നടത്തുക എന്ന് പറഞ്ഞ കളിയാക്കാൻ ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ടാവും. അവരിലൊന്നും എന്റെ മക്കൾ വീഴരുത്. കാരണം മ്യൂസിക് ഹറാമാണോ ഹലാലാണോ എന്നുള്ളത് നേരത്തെ സെക്ഷനിൽ ഉസ്താദിനോട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ പിന്നെ ആളുകളുടെ മുന്നിൽ വന്നിട്ട് ആണുങ്ങളും പെൺകുട്ടികളും കൈ പിടിച്ച് ജെൻഡർ ഫിക്സിംഗ് ആയിട്ടുള്ള ഡാൻസോ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഉമ്മത്തിലെ പെൺകുട്ടികളാണ്. മറ്റൊരെക്കാൾ നമ്മൾ ആവേശം കൂടുതലാണ് പ്രോഗ്രാം നടത്താൻ. ക്രിസ്മസിന്റെ ആയിക്കോട്ടെ, ഓണത്തിന്റെ ആയിക്കോട്ടെ, ഈ വർഗീയത കൊണ്ടുവരാൻ നിങ്ങളോട് നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മളെ ഫോളോ ചെയ്യുന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ദുൽമ കലർത്തുകയാണ് ചെയ്യുന്നത്, വിശ്വാസത്തിൽ ദുൽമ കലർത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ഒരു ആയത്തും കൂടെ പറഞ്ഞതിന് വൈകിട്ടില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. അതായത് വിശ്വസിക്കുക, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നില്ലേ? ഈമാനില്ല നമുക്ക് എല്ലാവർക്കും, അതാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ട്. പക്ഷെ അതിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു നിർഭയത്വം കൊടുക്കുന്ന പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വിജയം പ്രാപിച്ചത് എന്നാണ് അള്ളാഹ് പറയുന്നത്. ഈ ദുൽമ എന്ന് പറയുന്നത് ഒരു പോയിസൺ ആണ്. പോയിസൺ പല ടൈപ്പില്ലേ? സ്ലോ പോയിസൺ ഉണ്ട്, ഫാസ്റ്റ് ആയിട്ടുള്ള പോയിസൺസ് ഉണ്ട് അല്ലെ? ഒരു പോയിസൺ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമ്മൾ മരിക്കും. അതേപോലെ നമ്മളെ വിശ്വാസത്തിൽ ഈ ദുൽമ എന്ന പോയിസൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ പതിയെ ഇല്ലാതായി. അപ്പൊ നമ്മൾ ഹറാമിന്റെ ബന്ധങ്ങളിലേക്ക് പോകും. ഇങ്ങനെ ഹിജാബും കഴിച്ചിട്ടുണ്ടെങ്കിലും ജീൻസും ഷോർട്ട് ടോപ്പ് ഒക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നടക്കും. നമുക്ക് ജെൻഡർ മിക്സിംഗ് ആയിട്ട് ഡാൻസ് കളിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല, വേറെ അന്യമതസ്ഥരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന നമുക്ക് കുഴപ്പമുണ്ടാവില്ല, ഉമ്മാനും എതിർത്ത് സംസാരിക്കുന്നതിനും ഇഷ്ടമുള്ള പോലെ തോന്നിയ ജീവിതം സഹിക്കുന്നതിനും ഒന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ആ ദുൽമ പല നിസ്സങ്ങളായിട്ട് നമ്മളിലേക്ക് വരും, ലിബറലിസങ്ങളായിട്ടും ഫെമിനിസങ്ങളായിട്ടും അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഓരോ വൃത്തികേടായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ദുൽമ നിങ്ങൾ എടുത്ത് ഒഴിവാക്കുക. ഉമ്മമാർക്കും ബാധകമാണ്, മക്കൾക്കും ബാധകമാണ്. പല ഈ പൈശാചികതകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിസൺ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇത് എടുത്ത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹു നിർഭയത്വം തരും. അങ്ങനെയുള്ള നിങ്ങളാണ് യഥാർത്ഥത്തിൽ വിജയിച്ചതെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒഴിവാണെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ? ആദ്യം എല്ലാവരും മുസ്ലിം ആയിട്ട് ജനിച്ചവരല്ലേ? ആണ്. അള്ളാഹിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. ഇനി എപ്പോഴാ അത് ഒഴിവാക്കിയില്ലേ? തെറ്റ് നമുക്ക് എത്രയും അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം.
1,16,000 മോൾക്ക് എത്തിക്കണം ഡെത്ത്. മരിച്ചിട്ടില്ല, അൽഹംദുലില്ലാഹ് എപ്പോഴും ജീവനോടുണ്ട്. അടുത്ത കൗണ്ട് ഇന്റതോ നിങ്ങളതോ ആയിരിക്കും. ഇനി എപ്പോഴാ സമയം? അള്ളാഹിനെ കുറിച്ച് പഠിക്കണ്ടേ? അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ നമ്മൾ അള്ളാഹുമായിട്ട് ഇഷ്ടത്തിലായി പോകും. ആ ഇഷ്ടത്തിലാവുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം. അങ്ങനെയുള്ള ആളുകൾക്ക് ദേശവിധാനം അള്ളാഹ് പറയുന്ന പോലെ ധരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മുടെ ജീവിതത്തിൽ ആദ്യം അവസാനം സെന്ററാക്കി വെക്കുന്നത് അള്ളാഹിനെ മാത്രമേ ഉള്ളൂ. എന്റെ ഉമ്മന്റെ ഒരു സപ്പോർട്ടാണ്, പാപ്പാക്ക് പ്രശ്നമല്ല. പിന്നെ എന്താ പ്രശ്നം വെച്ച് നീക്കൂല. ഞാനൊരു സദസ്സിലേക്ക് പോകുമ്പോൾ എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട സദസ്സാണ് ഞാൻ പോകും. ഞാനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാനിത് ചെയ്യും. ഞാനൊരു വേഷം ധരിക്കുമ്പോൾ ഞാനിത് എന്ത് സംസാരിക്കാൻ വരുള്ളൂ, ഇതെന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടതാണ് എങ്കിൽ ഞാൻ അത് ചെയ്യും എന്നുള്ള നിലപാട് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ സ്നേഹിക്കണം. ഇപ്പൊ എന്റെ മക്കള് ഇവിടെയുള്ള കാക്കന്മാരൊക്കെ പ്രണയത്തിലാവുന്നതിന് പകരം try to fall in love with the creator, not the creation. Okay? Alhamdulillah Rabbil Alamin. Assalamu alaikum wa rahmatullahi wa barakatuh.